കുറച്ച് നാൾ മുമ്പ് ഞാൻ ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് റെഡിറ്റിൽ പോസ്റ്റ് ചെയ്യണ്ടായി. അപ്പോൾ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തപ്പോൾ മെയിനായിട്ട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഈ പോഡ്കാസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ പേരിൽ എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഫസ്റ്റ് കേക്കോട് സീസണൊക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെ ചറവറ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. എന്തോ ഒരു റേഡിയോ ജോക്കി പരിപാടി ചെയ്യണ പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ പിന്നെ ആലോചിച്ചായിരുന്നു ഈ മ്യൂസിക് ഇടണോ, ഇത് ഡിസ്റ്റർബൻസ് ആണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കും തോന്നി ശരിയാന്നുള്ള. എനിക്കും തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് മ്യൂസിക് ഇൻ്റർഫിയർ ചെയ്യണ പോലെ. പക്ഷെ എനിക്ക് എന്തായാലും അറിയില്ല, എന്ന് വെച്ചാൽ എൻ്റെ വോയിസ് ചുമ്മാ ഒരു എം ടി ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആണോ എന്നോ അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് കേൾക്കാൻ തോന്നുന്നു എന്നുള്ളത് അറിയില്ല. അപ്പോൾ വോയിസ് മോഡുലേഷനും അങ്ങനത്തെ കൊണ്ടുവന്നിട്ടൊന്നും അറിയാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വലിയ പിടിയില്ല. അപ്പോൾ എന്തായാലും ഈ പോഡ്കാസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ പോഡ്കാസ്റ്റ് പോലെയാണ് ചെയ്യണത്. അറ്റ്ലീസ്റ്റ് ഈ എപ്പിസോഡിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സെക്ഷൻസ് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മ്യൂസിക് ഇടുന്നല്ലാണ്ട് വലിയ തോതിൽ മ്യൂസിക്കോ ശല്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതല്ല. കേക്കോടോ പോഡ്കാസ്റ്റ് ഇപ്പോൾ അതിൻ്റെ 5th എപ്പിസോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ സീസണിലും കേക്കോടോ എപ്പിസോഡ് ഒരു 4 എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും സ്ലോ ഡൗൺ ചെയ്ത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യണത്. പക്ഷേ കേക്കോടോൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 5ാമത്തെ എപ്പിസോഡിൽ എത്തിയിട്ടുണ്ട്. ഈ പോഡ്കാസ്റ്റിൽ മറ്റ് എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചായിരുന്നു ഫോർമുല 1 ട്രാക്കുകളെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോയായിരുന്നു നോയബർഗ്രിങ്ങിനെ കുറിച്ച്. അതൊരു ജർമ്മനിയിൽ അബാൻഡൻ ചെയ്ത ഒരു റേസിംഗ് ട്രാക്കാണ്. സാധാരണ ഫോർമുല 1 റേസിംഗ് ട്രാക്സ് എന്നൊക്കെ പറഞ്ഞാൽ 1-2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളൂ. അതിൻ്റെ പിന്നെ ലാപ്സ് ചെയ്യുകയാണല്ലോ. പക്ഷേ നോയബർഗ്രിങ്ങിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ എന്താണെന്ന് വെച്ചാൽ, ഈ റേസിംഗ് ട്രാക്കിൻ്റെ ലെങ്ത്ത് ഓൾമോസ്റ്റ് 20 കിലോമീറ്ററോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോർമുല 1 റേസിന് പറ്റിയ ഒരു ട്രാക്ക് അല്ല അത്. കാരണം ഇത്രയും നീണ്ട ഡിസ്റ്റൻസിൽ നമുക്ക് ഫോർമുല 1 വണ്ടികളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇത്രയും ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫ്യൂവലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ 20 കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പണ്ടൊക്കെ ഇവിടെ റേസുകൾ ഇഷ്ടംപോലെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വെഹിക്കിൾസ് അഡ്വാൻസ് ആവും തോറും ഈ ട്രാക്കിൻ്റെ കോമ്പാറ്റബിലിറ്റി എടുത്തു നോക്കുമ്പോൾ കോമ്പാറ്റബിൾ അല്ലാത്തൊരവസ്ഥയാണ്. മാത്രമല്ല ഈ ട്രാക്കിൽ റേസസ് വേണ്ടാന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ കുറേ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. കുറേ ട്വിസ്റ്റും ടേണും ഉള്ള, എന്നുവെച്ചാൽ സാധാരണ റേസിംഗ് ട്രാക്കിലുള്ള പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ ഒരു പുതിയ ഡ്രൈവറിന് അത്രയും ഫെമിലിയർ അല്ലാത്ത ഒരു റൂട്ടായിരിക്കും, ഒരു ഫോർമുല 1 ട്രാക്കായിരിക്കും നോയർബർഗ്രിങ്ങിലുള്ളത്. മാത്രമല്ല 20 കിലോമീറ്റർ സ്ട്രെച്ചിലെ ഒരു റേസ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ, ഒരൊറ്റ ലാപ്പ് എന്ന് പറഞ്ഞാൽ, ഈ റേസിങ്ങിൻ്റെ ഒക്കെ മെയിൻ സെല്ലിംഗ് പോയിന്റ് അവരുടെ പ്രേക്ഷകരാണ്. അപ്പം അത് കാണാനായിട്ട് ആൾക്കാർക്ക് ഓരോ സ്റ്റേജ് പണിത് വെക്കണമല്ലോ, ഇങ്ങനെ ട്രാക്കിൻ്റെ സൈഡിലും ഫിനിഷിംഗ് പോയിന്റിലൊക്കെ. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റേജസ് കൂടും, എന്തോരം സ്ഥലത്തൊക്കെ അത് വെക്കണം എന്നുള്ളതിൻ്റെ നമ്പർ കൂടും. അപ്പോൾ അതൊക്കെ കാരണം അവരത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോഴും അവർ ട്രാക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ട്രാക്കിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ റേസസ് നടത്തണമെങ്കിലും അവരുടെ ആ ഒരു കമ്പനിക്ക്, ആ ഒരു നോയർബർഗ്രിങ്ങിൻ്റെ ആൾക്കാർക്ക് ജീവിക്കണമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ആ ട്രാക്ക് അവർ വീക്കെൻഡ്സിൽ ഫ്രീ എൻട്രി ആക്കി കൊടുത്തേക്കാണ്. അപ്പോൾ ആർക്കും, ഏതൊരു കാറോ ബൈക്കോ ഉള്ള ആൾക്കോ, ഇപ്പം എന്ത് വണ്ടിയുള്ളവർക്കും ട്രക്കുകളും എല്ലാവർക്കും അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ വീക്കെൻഡ്സിൽ ലൈസൻസ് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സേഫ്റ്റി റിക്വയർമെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കുള്ള വണ്ടി എന്തായാലും അവർക്ക് ട്രാക്കിൽ ഫോർമുല 1 റേസസ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള വണ്ടി നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ മാക്സിമം ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് അവരിത് മുമ്പോട്ട് ചെയ്യണം. അപ്പോൾ കുറേ ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാക്കിൻ്റെ ഉള്ള എൻട്രി കിട്ടുക എന്നുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞവർക്ക് വേണമെങ്കിൽ ഒരു ഷെങ്കൻ വിസയൊക്കെ എടുത്തിട്ട് ജർമ്മനിയിൽ വന്നിട്ട് ഒരു റെൻ്റ് കാറും എടുത്ത് ഇതിൽക്കൂടെ ഓടിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കണ കാര്യമാണോന്ന് അറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. പക്ഷേ നോയർബർഗ്രിങ്ങിൻ്റെ ആൾക്കാർ ഇവർ ഫ്രീ ആയിട്ട് മീഡിയാസിനെ എൻട്രി ചെയ്യിക്കും. കാരണം ഈ ട്രാക്കിലുണ്ടാകുന്ന ഓരോ ഇൻസിഡൻസും വെച്ചാൽ, വണ്ടികൾ ഇപ്പോൾ സിവിലിയൻ വണ്ടികളാണെങ്കിലും എല്ലാവരും എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് അല്ലല്ലോ.
അപ്പോൾ എക്സ്പെർട്ടീസ് ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഓടിക്കുമ്പോൾ ഒരു കെയോസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കെയോസിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടാവും, വണ്ടികൾക്ക് നാശനഷ്ടം സംഭവിക്കും, ആൾക്കാരുടെ ജീവന് എന്തെങ്കിലും സംഭവിക്കും. കുറേ ആക്സിഡൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്. കുറേ വീഡിയോസ് യൂട്യൂബിൽ കിട്ടും. അപ്പോൾ ഈ വീഡിയോസ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോ അഡിക്ഷൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അപ്പോൾ ഈ ചാനൽ ഈ ഇടയ്ക്ക് അവർക്കൊരു പ്രശ്നം ഉണ്ടായി. ഇവർ ഈ നോയബർഗറിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നപ്പോൾ അവരുടെ ആ ഒരു മാനേജ്മെൻറ്റ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ കയറാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ഓട്ടോ അഡിക്ഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഓൾമോസ്റ്റ് ഒരു 1 മില്യൻ്റെ അടുത്ത്, അതിൽ കൂടുതൽ എത്ര സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. അവരുടെ മിക്ക വീഡിയോസും ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഈ നോയബർഗറിൽ നടക്കുന്ന ആക്സിഡൻസും അവിടെ വരുന്ന സ്പെഷ്യൽ വണ്ടികളും ബൈക്കുകളും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണത്. ഇങ്ങനെ എന്തെങ്കിലും ഓയിൽ സ്പിൽ ഉണ്ടാകുമ്പോൾ വണ്ടികൾ സ്കിഡ് ആകും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒരു ആക്സിഡന്റ് ഈ ഇടയ്ക്ക് നടന്നപ്പോൾ ഒരു ബൈക്കറാണ് ആക്സിഡന്റിൽ പെട്ടത്. അപ്പോൾ ബൈക്കർ ഈ നോയർബർഗറിങ്ങിൻ്റെ ഉള്ളിൽ ആക്സിഡന്റിൽ പെട്ടപ്പോൾ ഈ ഓട്ടോ അഡിക്ഷൻ ചാനലിന്റെ മുതലാളി അല്ലെങ്കിൽ ആ ക്രിയേറ്റർ ഒരു ഗോഫണ്ട്മി ക്യാമ്പയിൻ തുടങ്ങി ഈ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് ഹോസ്പിറ്റൽ ചെലവിനും മറ്റും കാര്യങ്ങൾ പൈസ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പുള്ളിക്ക് 10,500 യൂറോസ് അവർ കളക്ട് ചെയ്തു. പുള്ളിയുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് അത് ഉപയോഗപ്പെട്ടു. പുള്ളി എന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ വന്നിട്ട് നന്ദിയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണവരാണ്. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഒരു ഓട്ടോ അഡിക്ഷൻ യൂട്യൂബ് ചാനലിൽ എന്നിട്ട് അവർ ഈ ട്രാക്കിൽ നിന്ന് ഉള്ള വീഡിയോസ് എടുക്കാൻ ബാൻ ചെയ്യാറുണ്ട് ഈ ഇടയ്ക്ക്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവര് നോയബർഗറിന്റെ ആൾക്കാർ നാച്ചുറലി ചിന്തിക്കുമ്പോൾ അവർക്ക് കിട്ടണ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡന്റിന്നും മറ്റുമാണ് കിട്ടണത്. അപ്പൊ അതെന്തോ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെന്നുള്ള അവർ മനസ്സിലാക്കിയിട്ട് എന്തോ ആക്സിഡന്റ് സംഭവിക്കുന്ന സ്ഥലം മാത്രമാണ് നോയബർഗറിൽ നിന്ന് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അവര് ഈ ആൾക്കാരോട് അവിടുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷെ ആ യൂട്യൂബറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാൾക്ക് എല്ലാ റൈറ്റും ഉണ്ട്, അയാൾക്ക് മീഡിയ ഫ്രീഡം ഉണ്ട്, അയാൾക്ക് റെക്കോർഡിങ് ചെയ്യാം, എന്തുവേണമെങ്കിലും ചെയ്യാം. കാരണം പബ്ലിക്കിന് ഫ്രീ ആണെന്ന് പറഞ്ഞ് എല്ലാവരും ചുമ്മാ കയറ്റി വിടുവാണ് ചെയ്യണേ ടിക്കറ്റ് കൊടുത്തിട്ട്. അയാളുടെ ടിക്കറ്റ് കൊടുത്ത് അയാളുടെ ക്യാമറ കൊണ്ട് എന്ത് കാണിച്ചാലും ഈ സർക്യൂട്ടിന്റെ ആൾക്കാർക്ക് അത് ബോധട്ടാവേണ്ട ആവശ്യമുണ്ടെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇപ്പൊ ഈ ട്രാക്കിന്റെ ഒരു അവസ്ഥയും അതിനെ ചൊല്ലി റീസെന്റ് നടന്നൊരു സംഭവം പറയാമെന്ന് വിചാരിച്ചാണ് ഈ കാര്യം സൂചിപ്പിച്ചത്. ഇന്ത്യൻസ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ അങ്ങനെ പേരിട്ട ഒരു സ്ഥലമാണ് ജർമ്മനി. ജർമ്മനിയിൽ കുറേ നാളുകൾക്ക് മുമ്പ് നഴ്സുമാരും അങ്ങനെ കുറേ പ്രൊഫഷണൽസ് ഒക്കെ പണ്ട് തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ലാംഗ്വേജും തണുപ്പും ഒക്കെ പ്രശ്നമെന്ന് പറഞ്ഞിരുന്ന സമയമൊക്കെ പോയി. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഗോത്ത ഇൻസ്റ്റിറ്റ്യൂട്ടും മാക്സ് മുള്ളർ ഭവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാനും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കിപ്പോൾ. ഓൺലൈൻ റിസോഴ്സസ് ആണെങ്കിലും നമുക്ക് കുറേ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ലാംഗ്വേജ് പഠിക്കാനും ഒരു കൾച്ചറിലേക്ക് ഇമേഴ്സ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ജർമ്മനിയിലേക്ക് വരണം എന്നൊക്കെ താല്പര്യമുള്ളവർ, ഇങ്ങനെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളവർ, അങ്ങനെ കുറേ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ജർമ്മനിയിൽ ആണ് ആദ്യം വന്നത്. അവിടെ ഞാൻ എറണാകുളത്തുള്ള ഗോത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ലെവൽ ജർമ്മൻ പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് 2 ലെവൽ ജർമ്മൻ പഠിച്ചു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഫ്രാൻസിലേക്ക് വരേണ്ടി വന്നു. പക്ഷെ ഈ ഇടയ്ക്ക് ഞാൻ ജർമ്മനിയുടെ ഒരു മെയിൻ മീഡിയ ഔട്ട്ലെറ്റ് ആയ DW ഡോയ്ച്ചെ വെല്ലെ എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഉണ്ട്. അവർക്ക് DW ന്യൂസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിനകത്തൊക്കെ നോക്കി കാണാം, അവർ ജർമ്മനിലും ഇംഗ്ലീഷിലൊക്കെ ന്യൂസ് ഷെയർ ചെയ്യും. ഈ ഫ്രാൻസിലുള്ള പോലെ France 24 എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവർ ഫ്രഞ്ചിലോടും ഇംഗ്ലീഷിലോടും ന്യൂസ്, ഇങ്ങനെ ഒരു ഇന്റർ കൾച്ചറൽ സംഭവത്തിന് വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ റീസെൻ്റ്ലി ഷെയർ ചെയ്തൊരു ന്യൂസ് ഞാൻ എൻ്റെ ഫീഡിൽ കാണാനായിട്ടുണ്ടായി. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ബെർലിനിൽ, ജർമ്മനിയുടെ ക്യാപിറ്റലായ ബെർലിനിൽ വന്നിട്ടുള്ള ഈ ഹിന്ദു കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അവരൊരു അമ്പലം പണിയാൻ തീരുമാനിച്ചു. അവർ 2010 അവർ അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. അപ്പോൾ അവർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവർ പൈസ സമാഹരിക്കണത് അവരുടെ ഉള്ള ജർമ്മനിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഹിന്ദു കമ്മ്യൂണിറ്റീസ് എന്ന് മാത്രമല്ല എല്ലാ ആൾക്കാരുടെ നിന്ന് അവർ ഡൊണേഷൻസ് എടുക്കും. അപ്പോൾ അതിൻ്റെ പ്രൊജക്ട് ലീഡായിട്ടുള്ള ഒരാളാണ്, ഈ പ്രൊജക്ടിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നാണ് പുള്ളി അതിനെ ഐഡൻറ്റിഫൈ ആണ്. അപ്പോൾ പുള്ളിയുടെ പേര് വിൽവനാഥൻ കൃഷ്ണമൂർത്തി എന്നാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു വീഡിയോ ആയിരുന്നു അത്. ഈ പുള്ളി ഡോയ്ച്ചെ വെല്ലിന് കൊടുത്ത
ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ബെർലിൻസ് ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിൾ എന്നായിരുന്നു വീഡിയോന്റെ ടൈറ്റിൽ. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പുള്ളി സ്വന്തം കയ്യിൽ നിന്ന് വരെ പൈസ മുടക്കിയിട്ട് എന്നുവെച്ചാൽ ഏകദേശം ഒരു മില്യൺ യൂറോസിന്റെ മുതൽ മുടക്കുള്ള ഒരു ക്ഷേത്രമാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ടൈറ്റിലിനകത്ത് അവർ എഴുതിക്കണ പോലെ ബെർലിനിലെ ഏറ്റവും വലിയ ഒരു അമ്പലമാണ് അവർ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് കുറേ എക്സ്പെൻസ് ഉണ്ട്. അത് മീറ്റ് ചെയ്യാനായിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ 10,000-20,000 യൂറോസ് പലപ്പോഴായിട്ട് സംഭരിച്ചു. പുള്ളി എന്നിട്ട് ബാക്കിയുള്ളവരെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള പൈസ അതിന്റെ ഇൻഫ്ലോ കുറവായതുകൊണ്ട് പ്രൊജക്ട് ഇങ്ങനെ നീണ്ടു പോവാണ്. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യണ കംപ്ലീഷൻ അറ്റ്ലീസ്റ്റ് 2020 ആകുമ്പോഴത്തേക്കും എല്ലാം ചേർക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് അവർ റിസർവ് ചെയ്തേക്കുന്ന ഒരു സംഭവമല്ല. ഇങ്ങനെ അഹിന്ദുക്കൾക്കും ഇങ്ങനെ ക്രിസ്ത്യാനികൾക്കും ജ്യൂസിനും മുസ്ലിംസിനും എല്ലാവർക്കും പോകാൻ പാകത്തിന് ഉള്ളൊരു അമ്പലമാണ്. ഗണേശയാണ് ഈ അമ്പലത്തിന്റെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പക്ഷേ ഈ അമ്പലത്തിന്റെ പണി കഴിയാത്തതുകൊണ്ട് ഇവരെല്ലാം മീറ്റ് ചെയ്യണത് ഇപ്പോൾ വേറെ സ്ഥലത്താണ്, ബെർലിനിലുള്ള. അത് കഴിഞ്ഞിട്ട് അവർ പുതിയ ബിൽഡിങ്ങിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊജക്ടിന്റെ വിഷൻ ഉള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. കാരണം ഇവര് ഈ ടെമ്പിളിലും കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഇന്റർ കൾച്ചറലും ഇന്റർ ഫെയ്ത്തും ഉള്ള ആൾക്കാർക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം പോലെയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതെന്തോരം പ്രാക്ടിക്കലാണെന്നറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് അവരുടെ പ്രൊജക്റ്റ് അനുസരിച്ച് ഇങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇങ്ങനെ സെപ്പറേറ്റസ് ഒന്നുമില്ല. ഏത് മതക്കാർക്കാണ് കയറാൻ പറ്റുള്ളൂ എന്നോ അല്ലെങ്കിൽ ഷർട്ട് അയക്കണം അങ്ങനെ മുണ്ടയക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇവര് അമ്പലം ഉണ്ടാക്കുന്നത് ആൾക്കാരെ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഫെയ്ത്തിനെ ഹേർട്ട് ചെയ്യണ രീതിയിൽ എന്തെങ്കിലും പറയാനോ കാര്യങ്ങളൊന്നും അല്ല. ഇവർക്ക് ഒരു പരസ്പരം കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക. ആൾക്കാർക്ക് ആ ഹിന്ദു ടെമ്പിളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ ഐഡി ഒന്നും ചെക്ക് ചെയ്യില്ല, നിങ്ങൾ ഹിന്ദു ആണോന്ന് വെരിഫൈ ചെയ്യില്ല, നിങ്ങൾ എന്ത് ജെൻഡറാന്ന് നോക്കില്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഇവിടെ മെയിനായിട്ട് ആൾക്കാർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഇന്റർ കൾച്ചറലായിട്ടും ഇന്റർ ഫെയ്ത്ത് ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരുമിച്ച് വന്നുകൂടാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. ഈ കോൺസെപ്റ്റ് കുറച്ച് ഡിഫറെൻറ്റും കുറച്ച് ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ളതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പോഡ്കാസ്റ്റിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ഈ പോഡ്കാസ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവ് വിഷയമാണ്. ഞാൻ മുമ്പത്തെ ടോപ്പിക്കിൽ ഈ ടെമ്പിൾ പണിയണ കാര്യത്തിൽ പൈസ കളക്ട് ചെയ്യണ കാര്യം പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പൈസ കളക്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ. ഈ ഗോ ഫണ്ട് മീ അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ്, കിക്ക് സ്റ്റാർട്ടർ, ഇൻഡിഗോഗോ, ഇങ്ങനെ പല പല വെബ്സൈറ്റുകളുണ്ട്. നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിന് ഇത്രയും ആൾക്കാരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിന് ഒരു ഇൻട്രസ്റ്റിംഗ് ടൈറ്റിലും നമ്മുടെ പ്രൊജക്റ്റിന് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഒക്കെ കൊടുത്ത് ഒരു വെരിഫൈഡ് പ്രൊഫൈലുള്ള ആൾക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ മുമ്പോട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്രൗഡ് ഫണ്ടിങ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന്റെ ഒരു വർക്കിംഗ് മോഡൽ പോലും വേണമെന്നില്ല. അതിന്റെ ഒരു അനിമേറ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ അതവിടെ കൊണ്ടുവന്ന് ഇടുക, ഞാൻ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് പറയുക, എന്നിട്ട് അതിനെക്കുറിച്ചൊരു പ്രൊഡക്റ്റ് വീഡിയോ ഉണ്ടാക്കുക, എന്നിട്ട് അതിനൊരു ഹൈപ്പ് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ആൾക്കാർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു കോമൺ സംഭവമാണ്. നിങ്ങൾക്കിപ്പോൾ കിക്ക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയാൽ തന്നെ ചെന്നാൽ കാണാം, ഇങ്ങനെ കുറേ പ്രൊജക്ട്സ് ഉണ്ട്, ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് തോന്നിയേക്കുന്ന പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സ്റ്റാർട്ടപ്സ് കുറച്ച് കാണുമ്പോൾ ഒരു 2012 സമയത്ത് 2012-15 സമയത്ത് ഈ പ്രൊഡക്റ്റുകളോട് കേരള സ്റ്റാർട്ടപ്സിന് കുറച്ച് പ്രേമം തോന്നിയായിരുന്നു. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് കയ്യിൽ പിടിക്കാവുന്ന ഹാർഡ്വെയർസിനും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് എന്തുകൊണ്ടോ കമ്മ്യൂണിറ്റീൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു. അപ്പം അങ്ങനെ വന്നൊരു പ്രൊഡക്റ്റാണ് ഫിൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു റിങ്. കയ്യിലിടാൻ പറ്റണ ഒരു റിങ്, ജസ്റ്റർ കൺട്രോൾ ഉള്ളത്. നമ്മുടെ കൈ കൊണ്ട് എന്ത് കാണിച്ചാലും റിങ് സെൻസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ആക്ഷൻ ചെയ്യാം. നമുക്കിപ്പോൾ മ്യൂസിക് മാറ്റുകയാണെങ്കിൽ കൈ വെച്ചിട്ട് എന്തെങ്കിലും ജസ്റ്റർ കാണിച്ചാൽ മ്യൂസിക് മാറ്റാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോറൂമിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ട്രൈ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഫിന്നിൻ്റെ റിങ് വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ട്രൈ ഓൺ ചെയ്യാം. അങ്ങനെ പല പല ഓപ്ഷൻസ് ഒക്കെ ഉള്ള സംഭവമാണ്. ഇതെല്ലാം ഫിൻ റോബോട്ടിക്സിന്റെ കാര്യത്തിൽ ഈ ഫിൻ എന്ന് പറഞ്ഞ വെയറബിൾ റിങ് ഉണ്ടാക്കിയ ആൾക്കാരുടെ കേസിൽ അറ്റ്ലീസ്റ്റ് അതൊരു വർക്കിംഗ് മോഡലായിരുന്നു, ഒരു പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവര് ഈ പ്രൊജക്ട് അഡ്വർടൈസ് ചെയ്തു ഇൻഡിഗോഗോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. ഇൻഡിഗോഗോ ഇതുപോലെ ഒരു ക്രൗഡ് ഫണ്ടിങ് വെബ്സൈറ്റ് ആണ്. ഇതിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയ ആള് എത്രയോ യൂറോസ് വേണമെന്ന് പറഞ്ഞു, അതിന്റെ ഇരട്ടി എമൗണ്ട് ആണ് കിട്ടിയത്.
അവരുടെ ക്രൗഡ് ഫണ്ടിങ് ക്യാമ്പയിനിൽ കൂടെ അവർക്ക് കിട്ടിയത് ഏകദേശം 14 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവർ ഇതുപോലെ തന്നെയാണ് സംഭവം ചെയ്തത്. ഇവരുടെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരൊരു പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്തു. ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഏകദേശമൊക്കെ സെറ്റായിരുന്നു. ഫുള്ളായിട്ട് സെറ്റപ്പ് ആയില്ല. പക്ഷെ ഇവർക്ക് പ്രൊഡക്റ്റ് ആയിട്ട് അവസാനം ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇതൊരു ഇന്ത്യൻസ് മാത്രം ഓർഡർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അല്ല, ലോകത്തു നിന്നുള്ള പല ആൾക്കാരും ചെയ്യുന്ന ഒരു ഓർഡർ ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇവരുടെ ഇൻഡിഗോഗോ ക്യാമ്പയിനിന് ഒരു പേജ് ഉണ്ട്, ഫിൻ വെയറബിൾ റിംഗ് എന്നും പറഞ്ഞ് ഇൻഡിഗോഗോ എന്നും പറഞ്ഞ് ഗൂഗിൾ ചെയ്താൽ കാണാം. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ചെന്ന്, ഈ ഇൻഡിഗോഗോൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് അത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി കാണും. ആർക്കും ഇന്നേ വരെ ഇതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. ഇവരിടയ്ക്ക് വെച്ച് ഫിൻ റിംഗ് എന്നുള്ള റിങ്ങിൻ്റെ പേര് ഫിൻ എന്നായിരുന്നു. അപ്പോൾ ആ ഫിന്നിൻ്റെ പേര് മാറ്റി, റിങ്ങിൻ്റെ പേര് മാറ്റി, എന്നിട്ട് ഇപ്പോൾ അവർ നെയ്യാന്ന് വിളിക്കാൻ തുടങ്ങി. നെയ്യാന്ന് പറഞ്ഞ റിങ് ഫീച്ചർ വൈസ് ഇവർ അഡ്വർടൈസ് ചെയ്തതിനേക്കാളും ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഡിവൈസ് ആയിരുന്നു. അതിൻ്റെ യൂസബിലിറ്റിനെ കുറിച്ച് റിവ്യൂസ് ഉണ്ട് ഓൺലൈൻ. അപ്പോൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ ഇതിന് പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ, ഇൻഡിഗോഗോ വെബ്സൈറ്റിൽ തന്നെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന റീസൺ എന്ന് പറഞ്ഞാൽ, ഇവർക്ക് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ ചൈനയിലുള്ള ആൾക്കാർക്കാണ് കൊടുത്തത്. അവിടെ നിന്ന് അവർ മര്യാദയ്ക്കുള്ള ഫീഡ്ബാക്ക് കിട്ടിയില്ല, അങ്ങനെ കുറേ റീസൺസ് ഒക്കെ പറഞ്ഞാണ് ചെയ്തത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് പൈസയും തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവരുടെ കമൻസ് ഒക്കെ എടുത്ത് നോക്കി കാണാം, ഒരാൾക്കും പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല. എല്ലാവരും റീഫണ്ടിന് വേണ്ടി ചോദിക്കുകയാണ്. ആൾക്കാർ ഇതിനെ സ്കാം എന്ന് വിളിക്കണു. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സ്കാംസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യണതും നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജും കിൻഫ്ര പാർക്കും ഇൻഫോ പാർക്കും ഇവിടെയൊക്കെ വർക്ക് ചെയ്യണ ഇൻക്യുബേറ്റ് ചെയ്തേക്കുന്ന സ്റ്റാർട്ടപ്സ് ഉണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഇവരെല്ലാവരും ചെയ്യണ സംഭവം ഇന്ത്യൻസിനെ റെപ്രസെന്റ് ചെയ്യാണ് ഇവരൊരു ഗ്ലോബൽ സ്റ്റേജിൽ. എന്നിട്ട് അവർക്ക് ആ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കിട്ടണ ഒരു മോശപ്പേരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഒരു എക്സാമ്പിളാണ്, ഇതൊരു കമ്പനിയുടെ എക്സാമ്പിളാണ്. ഇതുപോലെ കുറേ കമ്പനീസ് ഉണ്ട്. പക്ഷെ വേറൊരു കമ്പനിയുടെ എക്സാമ്പിൾ പറയാനുണ്ടായിരുന്നത് മൈൻഡ് ഹെലിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ മൈൻഡ് ഹെലിക്സ് എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്തൊരു ഹാർഡ്വെയർ ഡിവൈസ് ആണ് റീകോ എന്നും പറഞ്ഞ ഒരു ഡിവൈസ്. റീകോ എന്ന് പറഞ്ഞ ഡിവൈസ് ഒരു ഒരു എന്താണ് ഒരു മോണിറ്ററിങ് ഡിവൈസ് ആണ്. നമ്മുടെ വീട്ടിൽ വെക്കാം. പഴയ ഫോണുകളൊക്കെ മേടിച്ചിട്ട് അത് ഉപയോഗിക്കാത്ത ഫോൺ നമുക്ക് ആ ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ആ ഡെപ്പോസിറ്റ് ചെയ്ത ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ് ഈ റീകോ എന്ന് പറഞ്ഞ ഡിവൈസിന് യൂസ് ചെയ്യാം. ക്യാമറാസും ഓഡിയോ റെക്കോർഡിങ് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം ഹോം മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു അവർ പ്ലെഡ്ജ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇവരുടെ വീഡിയോ ഉണ്ടാക്കി, നല്ല ഫാൻസി വീഡിയോസ് ഉണ്ടാക്കി. അപ്പോൾ ഇവർക്ക് എന്നിട്ട് പ്ലെഡ്ജ് ചെയ്തിട്ട് ഏറ്റവും അവസാനം കിട്ടിയത് ഏകദേശം ഇന്ത്യൻ രൂപയിലൊരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് ഇവർക്കും കിട്ടി. അപ്പോൾ ഇവർ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്ത ആൾക്കാർക്ക് ഇവർക്ക് കുറേ ഫീച്ചേഴ്സ് കിട്ടി. ഡിസ്കവറി ചാനലിൽ, ഫോബ്സിൽ, വയേർഡിൽ, പ്രൊഡക്റ്റ് ഹണ്ടിൽ, കുറേ വെബ്സൈറ്റിൽ ഇവർക്ക് ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫിൻ റോബോട്ടിക്സിൻ്റെ കാര്യത്തിലും. ഫിൻ റോബോട്ടിക്സ് കുറച്ചും കൂടെ വൈറലായിരുന്നു. കുറേ ടെക് ക്രഞ്ചിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ വരെ അവർ പങ്കെടുത്ത് അതിൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ റീകോൻ്റെ കേസിൽ ഇവർ ഇതുപോലെ തന്നെ പ്ലെഡ്ജ് ചെയ്ത ആൾക്കാർക്ക്, ഇത് മേടിക്കാൻ താല്പര്യപ്പെട്ട ആൾക്കാർക്ക്, പൈസ കൊടുത്ത ആൾക്കാർക്ക് ഇന്നേ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരുടെ കേസിലും കമൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകുമ്പോൾ, ഇത് കിക്ക് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് റീകോ ഒരു ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ കമൻസിൽ തന്നെ ചെല്ലുമ്പോൾ കാണാം, ഇവർക്കും ഇങ്ങനെ ആരും ഡെലിവർ ചെയ്തിട്ടില്ല, ഇതും ഒരു സ്കാമാണ്, കിക്ക് സ്റ്റാർട്ടറിന് ഇതിനെക്കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ, കുറേ കഥകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില ബാക്കേഴ്സ് ഈ കമ്പനിക്ക് ഇമെയിൽ അയച്ചിട്ട്, അതായത് റീകോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനിക്ക് ഇമെയിൽ അയച്ച് ചോദിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ കൊടുത്ത ആൻസർ തന്നെ, എന്തോ ഒരു ചൈനയ്ക്ക് മാനുഫാക്ചറിങ് കൊടുത്തു, അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവരും പറഞ്ഞേക്കണത്. അപ്പോൾ 4-5 വർഷം മുമ്പ് തുടങ്ങിയ പ്രൊജക്റ്റ് ഇപ്പോഴും തീർക്കാനാവാണ്ട് ഇവരുടെ നിന്ന് പൈസ മേടിച്ച് ഇതിനൊരു ലീഗൽ ഇംപ്ലിക്കേഷൻസും ഇല്ല എന്നുള്ള രീതിയിൽ ഇവരിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ മൈൻഡ് ഹെലിക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് റീകോ എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവരുടെ ഈ കമ്പനി വേറെ ഏതോ ഒരു വലിയ കമ്പനി മേടിക്കുകയും അങ്ങനെ കുറേ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നടന്നു. ഇത് തന്നെയാണ് ഫിൻ റോബോട്ടിക്സിൻ്റെ കാര്യത്തിൽ നടന്നത്. അവരുടെ കമ്പനി വേറെ ആരോ മേടിക്കുകയും കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കമാൻഡിൻ്റെ ലെവൽ ഓഫ് കമാൻഡ് മാറിയപ്പോൾ, സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ നിന്ന് അവർ മാറിയിട്ട് കുറച്ചും കൂടി ഒരു എൻ്റർപ്രൈസ് എന്നുള്ള രീതിയിലേക്ക് മാറിയപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ കൺട്രോൾ വിട്ടുപോവാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് ആ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഇവർക്ക് ഇങ്ങനെ കമ്പനി സെല് ചെയ്യേണ്ട ഒരു പ്രോസസ്സിൽ ആ ലീഗൽ ഊരാ കൊടുക്കലായിരുന്നു അവരെന്ന് തോന്നുന്നു.
അപ്പോൾ ഞാൻ പിന്നെയും പറയണ സെയിം കാര്യം, നമ്മൾ സ്റ്റാർട്ടപ്പിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മളെ സ്റ്റാർട്ടപ്പിനെ എത്തിക്കുമ്പോൾ എല്ലാവരും നോക്കി കാണുന്നത് സ്റ്റാർട്ടപ്പിനെയും അതിന്റെ ഫൗണ്ടേഴ്സിനെയും എവിടെ നിന്നാണ് ഇവർ പറഞ്ഞത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കും. പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഇന്റർനാഷണൽ കമ്പനികൾ ഇപ്പോൾ അതൊന്നും ബാധകമായിരിക്കില്ലായിരിക്കും, കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയിൽ. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ നമുക്കൊരു കാര്യം ഡെലിവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പറ്റിയില്ല എന്ന് പറയാൻ പറ്റണതാണ് അതിലും വലിയ കാര്യം. നമുക്കിപ്പോൾ ഒരു ഇതുപോലെ ഒരു കുറെ ഫാൻസി വീഡിയോസ് ഉണ്ടാക്കി അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇന്റർനെറ്റിൽ കൂടെ കുറെ പൈസ കൊടുത്ത പ്രൊമോഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് ചുമ്മാ പ്രൊമോഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ 2 എക്സാമ്പിൾ മാത്രമല്ല, കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ ഇപ്പൊ മൈൻഡ് ഹെലിക്സിന്റെ കാര്യമായിക്കോട്ടെ, റീകോ എന്നുള്ള കാര്യമായിക്കോട്ടെ, നമ്മുടെ നാടൊട്ടാകെ കൊട്ടി ഘോഷിച്ച് ടി വിയിലും ന്യൂസിലൊക്കെ വാർത്ത വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇവരുടെ മുഖങ്ങളും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക്, ഈ പ്രൊജക്ടിനെ പൈസ കൊടുത്ത് ബാക്ക് ചെയ്ത ആൾക്കാർക്ക് ഇതൊന്നും അറിയണില്ല. വേറൊരു കമ്പനി ഇവരെ മേടിച്ചു എന്നോ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതൊന്നും ഇവർ അറിയണില്ല. അപ്പൊ ഇവര് ഡൗട്ട് ചെയ്യാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളത്. അപ്പൊ അതെന്തൊരു മോശം അവസ്ഥയാണെന്ന് ആലോചിക്കണം. നമ്മൾക്ക് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി അവരൊരു ജെനുവിൻ ഒരു പ്രോട്ടോടൈപ്പ് ഒക്കെ റെഡി ആയിട്ടുള്ള ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഇപ്പൊ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതും കിക്ക് സ്റ്റാർട്ടർ ഒക്കെ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കിങ് കുറവ് കിട്ടും. കാരണം അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് കാരണം. ചിലപ്പോൾ ഇത് കിക്ക് സ്റ്റാർട്ടറിന്റെ ഒരു ഫ്ലോ ആയിരിക്കും, കിക്ക് സ്റ്റാർട്ടറിന് ഉള്ള ഒരു പോളിസിയുടെ ഒരു പ്രശ്നമായിരിക്കും. ഇങ്ങനെ കമ്പനി ഡെലിവർ ചെയ്തില്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം എന്നുള്ളത് അവരുടെ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെന്റിന്റെ പൈസ മേടിച്ച് ഈ 2 കമ്പനീസും, മൈൻഡ് എലക്സും ഫിൻറോബോട്ടിക്സും, ഈ ആക്സലറേറ്റർ പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ കയ്യിൽ നിന്ന്. സ്റ്റാർട്ടപ്പ് വില്ലേജ് കളമശ്ശേരിയിലുള്ള ഒരു കമ്പനിയാണ്. ഗവൺമെന്റ് ഒരു ഷെയർ ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് കിൻഫ്രയിലുള്ള. അപ്പൊ അവിടെ കമ്പനീസിന് ഇൻക്യുബേറ്റ് ചെയ്യാൻ അങ്ങനത്തെ കുറെ ഫെസിലിറ്റീസും ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്യണ കമ്പനീസ് അവരുടെ നിന്ന് സെലക്ട് ചെയ്യണ പ്രോമിസിങ് കമ്പനീസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഈ US-ഉം പിന്നെ UK അങ്ങനത്തെ കുറെ സ്ഥലത്തുള്ള വലിയ വലിയ കമ്പനീസിലേക്കുള്ള ഒരു വിസിറ്റ് അവർ ഓർഗനൈസ് ചെയ്യും. ഇങ്ങനെ അവർക്ക് ഡിസ്കസ് ചെയ്യാനും അവരുടെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഐഡിയാസ് കിട്ടാനും അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 കമ്പനീസും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സെലക്ട് ആയിട്ട് അവർ US-ൽ പോയി കുറെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മളുടെ ടാക്സ് പെയറിന്റെ പൈസ മേടിച്ച് അവര് പൊട്ടൻഷ്യൽ ഉള്ളവരാന്ന് മനസ്സിലാക്കി നമ്മളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പറഞ്ഞു വിട്ടിട്ട് അവർക്കൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കേസ് വന്നപ്പോൾ നാട്ടുകാരെ പറ്റിച്ച് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഇതാണ് പുതിയ ഏജിന്റെ പുതിയ ഒരു തട്ടിപ്പ് രീതി. അപ്പൊ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മള് ജർമ്മനിയിലുള്ള നോയബർഗറിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. ബെർലിനിൽ വരാനിരിക്കണ ഒരു ടെമ്പിളിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ നമ്മൾ നാട്ടിൽ നടന്ന ഒരു പുതിയ തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞതല്ല. ഇത് പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള നോളജാണ്. ഞാൻ അത് റീഐട്രേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആരെയും ഹേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്ത ഒരു പോഡ്കാസ്റ്റ് അല്ല, പക്ഷെ ഒരു പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ട്. അതായിരുന്നു ഇപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കാമെന്ന് വിചാരിച്ച ടോപ്പിക്സ്. പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക ഫ്രണ്ട്സിനോട്. ഇപ്പോൾ anchor.fm എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റ് തുടങ്ങണ ഫസ്റ്റ് 30 seconds എന്തോ ഒരു ചെറിയ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. അപ്പോൾ അത് എല്ലാവരും സഹിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് വരുന്നവരെ കാത്തിരിക്കുക. നല്ല നമസ്കാരം.